നമസ്കാരം, വണക്കം, വെൽക്കം അഗെയിൻ ടു Le Méridien കൊച്ചിൻ. നമ്മുടെ ചെട്ടിനാട് ഫുഡ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ചില വിഭവങ്ങളുടെ ഭക്ഷണ രീതി എങ്ങനെ ഉണ്ടാക്കുന്നു എന്നൊക്കെ അറിയാൻ നമ്മളുടെ ഷെഫ് ഇവിടെ ഉണ്ട്. ഷെഫ് മുരുകൻ സ്വാമിനാഥൻ അവരെ ഇന്നലെ നമ്മൾ പരിചയപ്പെട്ടു. ഞാൻ ചന്ദ്രു, ഞാൻ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് സൂസ് ഷെഫാണ്. പുള്ളി കാണിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഞാനും പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ് ഷെഫ്? വാട്ട് ആർ യു ട്രൈങ് ടു മേക്ക് ടുഡേ? നാട്ടുകോഴി ഇടിച്ച മസാല. നാട്ടുകോഴി മീൻസ് കൺട്രി ചിക്കൻ. സോ കൺട്രി ചിക്കൻ ഇടിച്ച മസാല നമ്മുടെ നാട്ടിലുണ്ട്. ഇടിച്ച മസാല, ബീഫ് ഇടിച്ച മസാല, അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ മസാല എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. വാട്ട് ഓൾ ഇൻഗ്രീഡിയൻസ് വിൽ യു ബി യൂസിങ് ഫോർ ദിസ് ഇടിച്ച മസാല? மசாலா மட்டும்தான் இடிக்க போகிறோம். இது இல்லை, ஃபுல்லாக சிக்கனாக மேஷ் பண்ண போகிறோம். லைக் ஜிஞ்சர். Okay, so we start. Ginger is going first. Garlic ഇടും. ജിഞ്ചർ, ഗാർലിക്, റെഡ് ചില്ലി. ഒരു 4-5 പീസ് ഗാർലിക് ഉണ്ട്, 2 പീസ് ഫുൾ ജിഞ്ചർ, പിന്നെ ഒരു 5-6 പീസ് റെഡ് ചില്ലി, പിന്നെ പെരിഞ്ചീരകം ഒരു 4 സ്പൂൺ, കൊത്തമല്ലി ഹോൾ ഒരു 2 സ്പൂൺ, പിന്നെ ഗരം മസാല മിക്സ്. അതിലിപ്പോൾ സ്റ്റാർ അനീസ്, ഗ്രാമ്പു, ഏലക്ക, പട്ട, ഇതെല്ലാം നമ്മുടെ ഭാഷയിലും സെയിം. അപ്പോൾ ഇതെല്ലാം കൂടെ ഇടിച്ച് ഒരു നല്ല പേസ്റ്റ് ആവില്ല, നല്ല ചതഞ്ഞ മസാല വേണം. ഇടിച്ച മസാലയാണ് ഇതെല്ലാം. നല്ല നമ്മൾ മിക്സിയിലൊക്കെ ഇട്ടൊന്ന് ഒരു തിരിവിരിക്കണേക്കാൾ കുറച്ചും കൂടെ ക്രഷി ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഈ ചിക്കൻ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ചെട്ടിനാട് ഫുഡ് എവറിത്തിങ് ഈസ് ഇൻ ബേസിക്കലി നോൺ വെജ്. ഐ എം ആസ്കിങ് എവറിത്തിങ് ഈസ് ഇൻ ജിഞ്ചലി ഓയിൽ. കടുക്. അപ്പോൾ നല്ലെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഉഴുന്ന്, കറി ലീഫ്. ഇതിൽ ദിസ് വെങ്കായം ഈസ് സ്മോൾ ഒനിയൻ ചില്ലി, ചെറിയ ഉള്ളിയും പിന്നെ പച്ചമുളകും ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യാം. ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് തക്കാളിയും കൂടെ ആഡ് ചെയ്യാം. ഇതിനൊരു നല്ല മസാല ആയി മാറും. ഇനി നമ്മൾ മസാല പൗഡർ ആഡ് ചെയ്യാനായിരിക്കും പരിപാടി. ചെറിയ മാറ്റമുണ്ട്, പുള്ളി ഉപ്പ് ആദ്യം ഇടണം. ഉപ്പ്, മഞ്ഞൾപ്പൊടി 1 സ്പൂണാണേ. മുളക് പൊടി ഒരു ഫുൾ സ്പൂൺ, നല്ല ഫുൾ ഹീപ്പ് 4 സ്പൂൺ. കൊത്തമല്ലി 2 സ്പൂൺ. ഈ മസാല ഉണ്ടാക്കുന്ന എത്ര ഗ്രാം ചിക്കന് വേണ്ടിയിട്ടാണ്? ഹൗ മെനി ഗ്രാം? 1 കിലോ ചിക്കനക്ക് 1 മതി. ഇനി ഇടിച്ച മസാല. ഈ ഇടിച്ച മസാലയാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഇടിച്ച മസാല ചിക്കൻ്റെ കൂടെ നന്നായിട്ട് മിക്സായിട്ട്, ഇനി ഈ മസാല ജനറലി ഇത് മിക്സ് ആവുന്ന സമയത്ത് ഇതിൻ്റെ ഫ്ലേവേഴ്സ് മുഴുവനും ആ ചിക്കൻ്റെ ഉള്ളിലേക്ക് ഊറി ചെല്ലും. അപ്പോൾ അതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഫ്ലേവർ. നാട്ടുകോഴി എന്ന് പറയുമ്പോൾ കൺട്രി ചിക്കൻ ഒരു നല്ലൊരു പ്രത്യേക ഫ്ലേവർ ഉണ്ട് ഓൾറെഡി. അതിൻ്റെ കൂടെ ഈ ഇടിച്ച മസാലയും കൂടെ കയറുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ തന്നെ ആയിരിക്കണം. സോ ഞാൻ ഈ ഡിഷ് കഴിച്ചിട്ടില്ല, പക്ഷേ ഇതിൻ്റെ ഒരു മസാലയുടെ ഒരു കോമ്പിനേഷനും ഈ കളറും എല്ലാം കൂടെ വരുമ്പോൾ ഒരു നല്ലൊരു ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. ഇതിൽ വേറൊരു കാര്യം ആലോചിക്കേണ്ടത്, ഇതിനകത്ത് വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇറ്റ്സ് എ ഡ്രൈ പ്രിപ്പറേഷൻ ആൻഡ് കംപ്ലീറ്റ് ചിക്കൻ ഇതിൻ്റെ ഈ മസാലയുടെ ഉള്ളിൽ തന്നെ എന്ന് വേണം കുക്ക് ചെയ്യാൻ, വിത്തിൻ ദ ജ്യൂസസ് ഓഫ് ദാറ്റ് ചിക്കൻ. സോ ദാറ്റ് ഗിവ്സ് ഇറ്റ് മോർ ഫ്ലേവർ. ഒരു 10 മിനിറ്റ് ഇത് കുക്ക് ചെയ്യണം. സ്ലോ ഫയറിൽ കുക്ക് ചെയ്യുക. പുകയുന്നതുകൊണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ അടി പിടിക്കും. അപ്പോൾ നമുക്ക് ആ പ്രോസസ്സിൽ ഒന്ന് കുക്ക് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മളിത് 10 മിനിറ്റ് ഇളക്കി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ നല്ല കളറ് വന്നിട്ടുണ്ട്, ഫ്ലേവേഴ്സൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. അപ്പോൾ നല്ല കൊതിയൂറും മസാലകളിൽ ബ്രോയിലായിക്കൊണ്ടിരിക്കുന്ന ചിക്കൻ. ഇനി എന്താ ലാസ്റ്റ് കൊത്തമല്ലിയാണ്, ഇതാണ് ഫിനിഷിങ്. അപ്പോൾ കൊത്തമല്ലി ഇല പോട്ട് അപ്പുറം ഇളക്കാം. അത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അത് ഓഫ് ചെയ്യാം.
എന്നിട്ട് ഇത് കുറച്ച് നേരം ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കണം? വേണ്ട. നാട്ടുകോഴി ഇടിച്ച മസാല, ഇത് ഇത്തിരിയും കൂടെ മസാല ഇതിന് മുകളിൽ ഇങ്ങനെ ഇട്ടേക്കാം. അപ്പോൾ ഇതാണ് നാട്ടുകോഴി ഇടിച്ച മസാല. കം ടു ലെ മെറിഡിയൻ ലേറ്റസ്റ്റ് റെസിപ്പി ചെട്ടിനാട് ഫുഡ് ഫെസ്റ്റിവൽ.